അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കോളംസ് ആണ്. കോളംസ് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് കോളത്തിനെ പറ്റി പഠിക്കണം. ഒന്ന് ഷോർട്ട് കോളംസും പിന്നെ ഒന്ന് ലോങ് കോളംസും. അപ്പോൾ കോളംസ് എന്ന് പറയുന്നത് എ മെമ്പർ വിച്ച് ഈസ് സബ്ജക്റ്റഡ് ടു കംപ്രസീവ് ഫോഴ്സസ് ഈസ് നോൺ ആസ് എ കോളം. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചത് ആക്സിയൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന മെമ്പേഴ്സ് ആയിരുന്നു. അത് കംപ്രസീവ് ഫോഴ്സ് ആവാം, ടെൻസൈൽ ഫോഴ്സ് ആവാം. ഈ കോളം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു ആക്സിൽ മെമ്പറാണ്. പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുള്ളത് അതിന്റെ ഓറിയന്റേഷൻ വേർട്ടിക്കലി ആണ് എന്നുള്ളതാണ്. നമ്മൾ ലോഡ് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെ വേർട്ടിക്കൽ മെമ്പർ ആയിരിക്കും ഈ കോളം, അല്ലേ? സോ ഇൻ ജനറൽ എ മെമ്പർ സബ്ജക്റ്റഡ് ടു compressive forces are known as strut. strut എന്ന പേരിൽ അറിയപ്പെടും. ഈ സ്ട്രട്ട് എന്ന് പറയുന്നത് ഇൻക്ലൈൻ മെമ്പർ ആവാം, ഒറിസോണ്ടൽ ആവാം. ഒറിസോണ്ടൽ മെമ്പറിൽ കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യാം, ഇൻക്ലൈൻഡ് മെമ്പറിൽ കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യാം, വേർട്ടിക്കൽ മെമ്പറിൽ കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യാം, നമ്മൾ കോളത്തിൽ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഇതുപോലെ കോൺക്രീറ്റ് സ്ട്രക്ചറിലൊക്കെ പറയുന്ന പോലെ. ഇപ്പൊ സ്ട്രട്ട് ഇസ് ഇൻ ജനറൽ എ മെമ്പർ സബ്ജക്റ്റഡ് ടു കംപ്രസീവ് ഫോഴ്സ്. കോളം എന്ന് പറയുന്നത് ഇൻ പർട്ടിക്കുലർ ഇറ്റ് ഇസ് എ വേർട്ടിക്കൽ മെമ്പർ വിച്ച് ഇസ് സബ്ജക്റ്റഡ് ടു കംപ്രസീവ് ഫോഴ്സ്, അല്ലെങ്കിൽ എ വേർട്ടിക്കൽ സ്ട്രട്ടിനെയാണ് കോളം എന്ന് പറയാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഡെഫിനേഷൻ ചോദിച്ചേക്കാം, വാട്ട് ഈസ് കോളംസ് ആൻഡ് വാട്ട് ഈസ് സ്ട്രട്ട്. അപ്പോൾ നമുക്ക് എഴുതാം, സ്ട്രട്ട് ഈസ് എ മെമ്പർ വിച്ച് ഈസ് സബ്ജക്റ്റഡ് ടു കംപ്രസീവ് ഫോഴ്സസ്. എ കോളം ഈസ് എ compressive member in vertical direction. Okay, അപ്പോൾ vertical direction അതിന്റെ ആക്സിസ് വെർട്ടിക്കൽ ആയിരിക്കും. ഓർ എ മെമ്പർ ഹൂസ് ആക്സിസ് ഈസ് വെർട്ടിക്കൽ. കോളം ഈസ് എ കംപ്രസീവ് മെമ്പർ ഹൂസ് ആക്സിസ് ഈസ് വെർട്ടിക്കൽ എന്നും പറയാം. അപ്പോൾ വെർട്ടിക്കൽ മെമ്പറിനെയാണ് കോളംസ് എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ നേരത്തെ പറഞ്ഞു രണ്ട് ടൈപ്പാണ്, ഒന്ന് ഷോർട്ട് കോളംസും ഒന്ന് ലോങ് കോളംസും. ഈ ഷോർട്ടും ലോങ് ഒക്കെ തീരുമാനിക്കുന്നത് ഇതിന്റെ ഈ ലാറ്ററൽ ഡയമെൻഷൻ, അല്ലെ? ഈ ഡയമെൻഷൻ ഉണ്ടല്ലോ, ഇതും ലെങ്ത്തും തമ്മിലുള്ള റിലേഷന്റെ ബേസിലാണ്. ഇപ്പൊ സാധാരണ അതിനെ 3 ടൈപ്പ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഷോർട്ട് കോളംസ്, പിന്നെ ഒന്ന് മീഡിയം കോളംസ് ഉണ്ട്, നമുക്കത് വലിയ താല്പര്യം ഇല്ല അതിൽ. പിന്നെ ഉള്ളത് ലോങ് കോളംസ് ആണ്. ഇപ്പൊ ഷോർട്ട് കോളം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ഡെപ്ത്, കോളത്തിന്റെ ബ്രെഡ്ത്ത് ഡെപ്ത് എന്നൊക്കെ അറിയാലോ, അത് അതിന്റെ ലെങ്ത്തിന്റെ ഒരു 1/10 ഒക്കെ ആണെങ്കിൽ അതിനെ ഷോർട്ട് കോളംസ് എന്ന് പറയും. അതേ സമയത്ത് ഒരു 1/20 ഇത് വരുന്നുള്ളൂ വെച്ചാൽ, അതായത് വളരെ നീളം കൂടിയ മെമ്പർ, അതിന്റെ ലെങ്ത്തിന്റെ 20/1 അല്ലെങ്കിൽ അതിലും കുറഞ്ഞ രീതിയിലുള്ള ബ്രെഡ്ത്തും ഡെപ്തും ആണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ലോങ് കോളംസ്. ഇതിന്റെ ഇടയിലുള്ള വരുന്ന സൈസ് ഉള്ളതാണ് മീഡിയം കോളംസ്. ഒരു 1/10 മുതൽ 1/20 വരെ അതിന്റെ ബ്രെഡ്ത്തും ഡെപ്തും കമ്പയർ ടു ഇറ്റ്സ് ലെങ്ത്, ഇറ്റ് ഇസ് കോൾഡ് മീഡിയം കോളംസ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി, വളരെ ചെറുതായിട്ട് രീതിയിൽ. അത് ഷോർട്ട് കോളംസ് പറഞ്ഞാൽ അതിന്റെ ലെങ്ത് വളരെ കൂടുതലായിരിക്കില്ല വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ. അതേസമയത്ത് ലോങ് കോളം എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും അതിന്റെ ലെങ്ത്. ഒരു എക്സാമ്പിൾ നമ്മൾ മരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, കവുങ്ങ് കണ്ടല്ലോ നിങ്ങൾക്ക്. കവുങ്ങ് എന്ന് പറയുന്ന ഒരു വളരെ സിമ്പിൾ എക്സാമ്പിൾ ഓഫ് എ ലോങ് കോളമാണ്, അല്ലെ? വളരെ കുറഞ്ഞാണ് അതിന്റെ സൈസ്, ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ. അപ്പോൾ ഈ ഒരു ഡയമെൻഷൻ കൊണ്ട് മാത്രമല്ല ഇതിനെ രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, അതിന്റെ ഫെയിലിയറിനനുസരിച്ചും കൂടിയാണ്. ഫെയിലിയർ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ ഷോർട്ട് കോളത്തിൽ ഇപ്പൊ എന്താണെങ്കിലും ഷോർട്ട് ആണെങ്കിലും ലോങ് കോളത്തിലാണ്, കോളത്തിൽ കംപ്രസീവ് ലോഡാണല്ലോ വരിക, അല്ലേ? അപ്പൊ ഒരു കംപ്രസീവ് ലോഡ് ഇവിടെ വരുന്ന സമയത്ത് ലോങ് കോളം ആണെങ്കിൽ അത് ബ്രേക്ക് ചെയ്യുന്നത് പൊടിഞ്ഞു പോവുക ചെയ്യാം, അല്ലെങ്കിൽ ക്രഷായി പോകും, അല്ലെ? പൊടിഞ്ഞു പോകും ഇതിനകത്ത് ഷോർട്ട് കോളം. അതേസമയത്ത് ഒരു ലോങ് കോളത്തിലാണ് കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ പൊടിഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ അത് ചിലപ്പം വളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അല്ലെ? ലോഡ് വരുമ്പോൾ ഇങ്ങനെ വളയാൻ സാധ്യതയുണ്ട്, ബെൻഡ് ആവാൻ സാധ്യതയുണ്ട്. അതാണ് ഈ രണ്ട് കോളത്തിൽ തമ്മിൽ വ്യത്യാസം. ഈ ഷോർട്ട് കോളത്തില് ക്രഷിംഗ് മാത്രമേ അതിന്റെ ഫെയിലിയറിന് കാരണമാകുന്നുള്ളൂ. ഇവിടെ ബെൻഡിങ് അല്ലെങ്കിൽ ബക്ലിംഗ്
അല്ലെങ്കിൽ ക്രിപ്ലിംഗ് എന്നൊക്കെ പല പേരുണ്ട് ഇതിന്. അപ്പൊ ഈ മൂന്ന് ഒന്ന് തന്നെയാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് ഇവിടെ ഫെയിലിയർ ഉണ്ടാവുന്നത്. പക്ഷെ ഇവിടെ ഷോർട്ട് കോളത്തിൽ ഫെയിലിയർ ഉണ്ടാവുന്നത് ക്രഷിംഗ് കൊണ്ടാണ്. കാരണം എന്തായിരിക്കും, സൈസ് ലെങ്ത് അത്ര ഉണ്ടാവുള്ളൂ, വളയ്ക്കാനുള്ള അല്ലെങ്കിൽ വളയാനുള്ള ഒരു ചാൻസ് കിട്ടുന്നില്ല. ഈ കേസിലാണെങ്കിൽ ഇത് സ്ലെൻഡർ മെമ്പറാണ്, മെലിഞ്ഞ സാധനമാണ്. അപ്പൊ പെട്ടെന്ന് പ്രഷർ ചെയ്യുമ്പോൾ വളഞ്ഞു പോകും. നമ്മൾ സ്കെയിലൊക്കെ എടുത്ത് പ്രസ് ചെയ്യുന്ന പോലെ ഉണ്ടാവും, അത് വളഞ്ഞല്ലേ പോവുക, എന്നിട്ട് പൊട്ടി പോകും അല്ലേ. അപ്പൊ അതേപോലെ ലോങ് കോളത്തിൽ ഫെയിലർ ഉണ്ടാവുന്നത് ഫെയിലർ ഈസ് ഡ്യൂ ടു ബക്ലിംഗ്, അല്ലെങ്കിൽ അതിന്റെ വേറെ പേരാണ് ക്രിപ്ലിംഗ്, അല്ലെങ്കിൽ അതിന്റെ പേരാണ് ബെൻഡിങ്. പക്ഷെ ഇവിടെ ഫെയിലർ ഉണ്ടാവുന്നത് ക്രഷിംഗ് കൊണ്ടാണ്. ഇപ്പൊ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ്, 2 പോയിന്റ്സ് മനസ്സിലായല്ലോ. സോ അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വന്നേക്കാം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലോങ് കോളം ആൻഡ് ഷോർട്ട് കോളം. പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം. ഒന്നാമത്തെ പോയിന്റ്, ദ ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ ഓഫ് ഷോർട്ട് കോളം ഈസ് not so less than its length. Is not so less than its length. അതേ സമയത്ത് ലോങ് കോളത്തിലോ, ബട്ട് ഇൻ ദ കേസ് ഓഫ് ലോങ് കോളം the cross section dimension is very small compared to its longitudinal dimension. For long columns the cross section dimension is very small compared to its longitudinal dimension. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ഫെയിലിയർ ആണ്. In the case of short column, the failure is due to crushing. In the case of short columns, the failure is due to crushing. അല്ല രണ്ടാമത്തെ പോയിന്റോ, in the case of long columns, the failure is due to buckling. ബ്രാക്കറ്റിൽ ക്രിപ്ലിംഗ് അല്ലെങ്കിൽ ബെൻഡിങ് എഴുതാം. ഫെയിലിയർ is due to buckling അല്ലെങ്കിൽ ക്രിപ്ലിംഗ് അല്ലെങ്കിൽ ബെൻഡിങ്. മനസ്സിലായല്ലോ. ഇനി ഒരു പോയിന്റും കൂടി ഇതിൻ്റെ അകത്ത് നമുക്ക് ഡെവലപ്പ് ചെയ്തേതാ. എന്താണ്, ഇവിടെ ക്രഷിംഗ് ആകുമ്പോൾ ഒരു ക്രഷിംഗ് സ്ട്രെങ്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ക്രഷിംഗ് സ്ട്രെസ് ഉണ്ടാവും അല്ലെ. ക്രഷിംഗ് സ്ട്രെസ് ഇവിടെ ഉണ്ടാവും. ഇവിടെ ബക്ലിംഗ് സ്ട്രെസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ? ലോഡ് ബക്കിൾ ചെയ്യാനൊക്കെ നോക്കും, പക്ഷെ ആവൂല അല്ലെ. അപ്പൊ ഇവിടെ ക്രഷിംഗ് സ്ട്രെസ് ഈസ് ലെസ് ദാൻ ബക്ലിംഗ് സ്ട്രെസ്, കാരണം ക്രഷിംഗ് കൊണ്ടാണ് ഫെയിലർ ആവുന്നത്. അതേസമയത്ത് ഇവിടെയോ ബക്ലിംഗ് സ്ട്രെസ് ഇസ് ലെസ് ദാൻ ക്രഷിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ക്രഷിംഗ് ലോഡ്. അപ്പൊ ആദ്യം ഫെയിലർ ആവുക ബക്ലിംഗ് കൊണ്ടാണ്. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് നമുക്ക് അങ്ങനെ എഴുതാം, ഫോർ ഷോർട്ട് കോളംസ് ക്രഷിംഗ് സ്ട്രെസ് ഈസ് ലെസ് ദാൻ ബക്ലിംഗ് സ്ട്രെസ്. ഫോർ ഷോർട്ട് കോളം ക്രഷിംഗ് സ്ട്രെസ് ഈസ് ലെസ് ദാൻ ബക്ലിംഗ് സ്ട്രെസ്. ആൻഡ് ഫോർ ലോങ് കോളംസ് ബക്ലിംഗ് സ്ട്രെസ് ഈസ് ലെസ് ദാൻ ക്രഷിംഗ് സ്ട്രെസ്. Buckling stress is less than crushing stress. Okay, so this is the difference between short column and long columns. ഇനി നമുക്കൊരു കോളത്തിൽ ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന സ്ട്രെസ്സസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. Suppose a column is subjected to a compressive load of P. ആദ്യത്തെ കേസ്, suppose the P is acting exactly through the centroid. Centroid ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടെ ഈ ഒരു സെക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ, നമുക്ക് ക്രോസ് സെക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ ലോഡ് എക്സാക്ട്ലി ഈ സെൻട്രലാണ് ആക്ട് ചെയ്യുന്നത്, സെൻട്രോയിഡിൽ ആക്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അപ്പൊ ആ ലോഡ് മൊത്തം ക്രോസ് സെക്ഷൻ ഏരിയയിൽ ഒരേപോലെ സ്പ്രെഡായി. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സ്ട്രെസ് എന്തായിരിക്കും? ദിസ് ഇസ് ദ ഫോഴ്സ് ആക്ടിങ് ആൻഡ് ദിസ് ഇസ് ദ ഏരിയ. സോ കംപ്രസീവ് സ്ട്രെസ്, നോർമൽ സ്ട്രെസ് ഇസ് ഈക്വൽ ടു P/A അല്ലേ. അത് ഈ ക്രോസ് സെക്ഷനിൽ മൊത്തം ഒരേപോലെ ആയിരിക്കും. അപ്പൊ നമുക്ക് ക്രോസ് സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിന്റെ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഒരു P/A എന്ന വാല്യൂ ഉള്ള ഒരു സ്ട്രെസ് ആയിരിക്കും കംപ്രസീവ് സ്ട്രെസ്. മൊത്തം എല്ലാ ഈ മൊത്തം ഫേസിൽ ഒരേപോലെ ആക്ട് ചെയ്യും. കംപ്രസീവ് സ്ട്രെസ് P/A. ഇനി നമുക്ക് വേറെ കണ്ടീഷൻ നോക്കാം. ഇവിടെ ലോഡ് ആക്ട് ചെയ്യുന്നത് എക്സാക്ട് സെന്ററിലല്ല, കുറച്ച് പുറത്തേക്കാണ്. അപ്പൊ നമുക്ക് അതിന്റെ ക്രോസ് സെക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ suppose the load is acting not exactly at the center, somewhere here ആണ് ആക്ട് ചെയ്യുന്നത് അല്ലെ. ഇവിടെയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുക അതിനെ? ദിസ് ടൈപ്പ് ഓഫ് ലോഡിംഗ് വേർ the loading is acting not at the centroidal point but at some distance away, some eccentric ആയിട്ട് ആക്ട് ചെയ്യാണ് അല്ലെ, എക്സെൻട്രിസിറ്റിയിലാണ്, കുറച്ച് പുറത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്. So such type of loading is known as eccentric loading. എക്സാക്ട് സെന്ററിൽ ന്യൂട്രൽ അതിന്റെ സെന്ററോഡിൽ ആക്ട് ചെയ്യാതെ എക്സെൻട്രിക് ആയിട്ട് ആക്ട് ചെയ്യണം.
അപ്പം അങ്ങനെ ഇങ്ങനെ ഒരു സാധനം ആക്ട് ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഇതിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒന്ന് ബെൻഡ് ആവാൻ സാധ്യതയില്ലേ? അല്ലേ? ഇപ്പുറത്ത് ആക്ട് ചെയ്യുന്നതുകൊണ്ട്, ലോഡ് ഇപ്പുറത്തായതുകൊണ്ട് ഒരു ബെൻഡ് ആവാൻ സാധ്യത ഉണ്ട് അവിടെ കോളം. അങ്ങനെ ബെൻഡ് ആവുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ, ഈ ഒരു ഫേസിൽ ഒരു കംപ്രസീവ് ഫോഴ്സ് അഡീഷണൽ വന്നില്ലേ? കംപ്രസീവ് സ്ട്രെസ് കൂടുതലായിട്ട് വന്നില്ലേ? അതേ സമയത്ത് ഇവിടെയോ, ഇവിടെ ഒരു ടെൻസൈൽ ഫോഴ്സും വന്നു, ഒരു വലിവും വന്നു അവിടെ, അല്ലേ? അപ്പൊ ഇങ്ങനത്തെ എക്സെൻട്രിക് ലോഡ് വരുന്ന സമയത്ത് ഈ ലോഡ്, മൊത്തം ലോഡ് എന്തായാലും അതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ബേസിൽ ഒരു മൊത്തം P/A ഫോഴ്സ് ഓൾറെഡി എന്തായാലും ഉണ്ടാവും. കാരണം ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഇത്ര ഏരിയയിലായതുകൊണ്ട് അവിടെ ഒരു കംപ്രസീവ് സ്ട്രെസ് P/A ഓൾറെഡി ഉണ്ടാവും. അത് കൂടാതെ ഈ സൈഡിൽ ഒരു ബെൻഡിങ് വന്നു, ഇവിടെയും ബെൻഡിങ് വന്നു. പക്ഷെ ഇവിടെ കംപ്രസീവ് ബെൻഡിങ് സ്ട്രെസ്, ഇവിടെ ടെൻസൈൽ ബെൻഡിങ് സ്ട്രെസ്സും ഡെവലപ്പ് ചെയ്യും, അല്ലേ? സോ ഇങ്ങനെ എക്സെൻട്രിക് ലോഡ് വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ബെൻഡിങ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്തു. ബെൻഡിങ് സ്ട്രെസ്സിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതല്ലേ ബീമില്? F is equal to എന്തായിരുന്നു? F is equal to F/Y equal to M/I, അല്ലെങ്കിൽ F is equal to M/Z എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നത് ഈ P/ന്റെ കൂടെ ഈ ഒരു ബെൻഡിങ് സ്ട്രെസ് കൂടി ഡെവലപ്പ് ചെയ്യും. പക്ഷേ രണ്ട് സൈഡിലും, രണ്ട് ഫേസിലും ഒരുപോലെ അല്ലാന്ന് മാത്രം. ക്വാണ്ടിറ്റി സെയിം ആണ്, പക്ഷെ അതിന്റെ പ്രോപ്പർട്ടി വ്യത്യാസമുണ്ട്. ഇവിടെ കംപ്രസീവ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും, ഈ സ്ഥലത്ത് ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഇതിൽ മൊത്തം എന്തൊക്കെ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്? ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു P/A കംപ്രസീവ് സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ നെഗറ്റീവ് സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്. കംപ്രസീവ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് ആയിരിക്കും, സോറി ടെൻഷൻ നെഗറ്റീവ് ആയിരിക്കും, ടെൻസൈൽ സ്ട്രെസ്. അപ്പൊ നെഗറ്റീവ് F ആക്ട് ചെയ്യുന്നുണ്ട് ഈ സൈഡിൽ. അതേസമയത്ത് ഈ സൈഡിലോ ഓൾറെഡി കംപ്രഷൻ ഉണ്ട്, അവിടെ കംപ്രസീവ് സ്ട്രെസ് പ്ലസ് ആയിട്ട് ഒരു ബെൻഡിങ് സ്ട്രെസ് F ആക്ട് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പൊ ഇങ്ങനെ എക്സെൻട്രിക് ലോഡ് ആവുന്ന സമയത്ത് ഏത് സൈഡിലാണോ എക്സെൻട്രിക് ഉള്ളത് ആ സൈഡിൽ ഒരു കംപ്രസീവ് ഫോഴ്സും അതിന്റെ മറ്റേ സൈഡിൽ ഒരു ടെൻസൈൽ സ്ട്രെസ്സും ഡെവലപ്പ് ചെയ്യപ്പെടുന്നു. എക്സെൻട്രിക് ഉള്ള സൈഡിൽ കംപ്രസീവ് ബെൻഡിങ് സ്ട്രെസ്സും മറ്റേ സൈഡിൽ ടെൻസൈൽ ബെൻഡിങ് സ്ട്രെസ്സും ഡെവലപ്പ് ചെയ്യുന്നു. ഇതിന്റെ ഒക്കെ പുറമെ ഈ ജനറൽ ആയിട്ടുള്ള ഒരു കംപ്രസീവ് സ്ട്രെസ് ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ബെൻഡിങ് സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കാം? ഇവിടെ ഓൾറെഡി ഒരു കംപ്രസീവ് സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്, P/A, അല്ലെ? ഓൾറെഡി P/A രണ്ട് സൈഡിൽ ഒരുപോലെ ഉണ്ട്, മൊത്തം ലോഡ് അവിടെ പ്രസ് ചെയ്യുന്നുണ്ട്. ഇനി അത് കൂടാതെ ഈ സൈഡിലൊരു പോസിറ്റീവ് ബെൻഡിങ് സ്ട്രെസ് ഉണ്ട്, F is equal to M/Z ഉണ്ട്. അതേസമയത്ത് ഇവിടെയോ ഒരു നെഗറ്റീവ് ബെൻഡിങ് സ്ട്രെസ് ഉണ്ട്, F is equal to M/Z അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നമുക്ക് ബെൻഡിങ് സ്ട്രെസ് ഇവിടെ നെഗറ്റീവ് ആണ്, പോസിറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവ് ആവുന്ന രീതിയിൽ ഇങ്ങനെ ഇങ്ങോട്ട് സീറോയിലേക്ക്, ഇവിടെ ഒരു സ്ഥലത്ത് സെൻട്രൽ പോയിന്റ് എക്സാക്ട് സെൻട്രൽ 0 ആയിരിക്കും. രണ്ട് സൈഡിൽ, ഒരു സൈഡിൽ കംപ്രസീവ്, മറ്റേ സൈഡിൽ ടെൻസൈൽ ഉണ്ടാവും, അല്ലേ? അപ്പൊ നെറ്റ് എഫക്ട് എന്തായിരിക്കും? ഇത് രണ്ടും കൂടി കൂട്ടിക്കോട്ട് ചെയ്താണെങ്കിൽ P/A മൈനസ് M/Z ഉണ്ടാവും ഇവിടെ, അല്ലേ? അപ്പൊ ഇത് കുറഞ്ഞായിരിക്കും, ഇത് കുറവായിരിക്കും. അതേസമയത്ത് ഇവിടെ കൂടുതലായിരിക്കും. ദിസ് വിൽ ബി P/A മൈനസ് M/Z ആയിരിക്കും. ഇവിടെ P/A പ്ലസ് M/Z ആയിരിക്കും, കാരണം രണ്ടും കംപ്രസീവ് ആണ് ഈ സൈഡിൽ. അപ്പൊ ഇതാണ് നെറ്റ് സ്ട്രെസ് ആക്ടിങ് ഓൺ ദിസ് ടൈപ്പ് ഓഫ് എക്സെൻട്രിക് ലോഡിംഗ്. എന്തൊക്കെ വന്നു അവിടെ? ഒറിജിനലി ഓൾറെഡി ഉള്ള P/A ഉണ്ട് അവിടെ, ഇവിടെ നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ ഒരു P/A ഉണ്ട്. പക്ഷെ ഈ എക്സെൻട്രിസിറ്റി കൊണ്ട് ഒരു സൈഡിൽ കംപ്രഷനും മറ്റേ സൈഡിൽ ടെൻസൈൽ സ്ട്രെസ്സും ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സ്ട്രെസ് ഡയഗ്രാം ഈ കേസിൽ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡിസൈൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് കോൺക്രീറ്റ് ആണ് ആള്, കോൺക്രീറ്റിന് ടെൻഷൻ തീരെ താങ്ങാൻ പറ്റില്ല, അല്ലേ? അപ്പോ ഒരു തരത്തിലും നെറ്റ് സ്ട്രെസ് ടെൻഷൻ ആവാത്ത രീതിയിൽ വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. ഇപ്പൊ ഞാൻ ഇവിടെ വരച്ചതിൽ ഇത് നെഗറ്റീവ് ആകുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ M/Z കൂടുതലാണെന്ന് അർത്ഥം.
അങ്ങനെ ആവണമെന്നില്ല. നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ആ രീതിയിലാണെങ്കിൽ എക്സെൻട്രിസിറ്റി അത്രയൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ചിലപ്പം ഇങ്ങനെ കിട്ടും. ഇവിടെ പി ബൈ എ മൈനസ് എം ബൈ സെഡും ഇവിടെ പി ബൈ എ പ്ലസ് എം ബൈ സെഡും ആവാം. അതിവിടെ നെഗറ്റീവ് വാല്യൂ അത്ര കുറവാണ്, വലിയ നെഗറ്റിവിറ്റി ഉണ്ടാവുന്നില്ല എന്നർത്ഥം. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കോളത്തിൽ കംപ്രസീവ് സ്ട്രെസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇൻ കേസ് എക്സെൻട്രിക് ലോഡ് ഉണ്ടെങ്കിൽ that load should be so adjusted, അല്ലെങ്കിൽ size will be so adjusted that there is not any tensile stress developed at the opposite side. ഒരു കാരണവശാലും ഇവിടെ നെഗറ്റീവ് സ്ട്രെസ് ഉണ്ടാവാൻ പാടില്ല, അല്ലേ? അതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? ഈ ഇക്വേഷൻ നോക്കാം. പി ബൈ എ മൈനസ് എം ബൈ സെഡ്, ഇത് നെഗറ്റീവ് ആവാൻ പാടില്ല. അതിന്റെ അർത്ഥം എന്താ? ഒന്നുകിൽ പി ബൈ എ കൂടുതലായിരിക്കണം, കംപ്രസീവ് സ്ട്രെസ് കൂടുതലായിരിക്കണം. അത് നമുക്ക് ലോഡ് കൂടുതൽ കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ? ഈ ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. എങ്ങനെ? എം ബൈ സെഡ് എന്നുള്ളത് മൊമെന്റ് അല്ലേ? മൊമെന്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ്, സോ ദാറ്റ് വിൽ ബി പി ഇൻറ്റു ഇ ബൈ സെഡ് എന്നാണ്, അല്ലേ? അപ്പൊ ഇവിടെ നെഗറ്റീവ് ഉണ്ടാവാതിരിക്കണമെങ്കിൽ പി ബൈ നേക്കാൾ താഴെ ആയിരിക്കണം ഈ വാല്യൂ. അത് കുറയണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സെൻട്രിസിറ്റി കുറയ്ക്കണം. എക്സെൻട്രിസിറ്റി 0 ആണെങ്കിൽ ഇത് 0 ടേം ആയി. എക്സെൻട്രിസിറ്റി കൂടുമ്പോഴാണ് ഇത് നെഗറ്റീവ് കൂടി കൂടി വരിക. അപ്പൊ എക്സെൻട്രിസിറ്റി കഴിയുന്നത് ഒഴിവാക്കുക, ഒന്നാമത്തെ കേസ്. പക്ഷെ ചില കേസുകൾ നമുക്ക് എക്സെൻട്രിസിറ്റി ഒഴിവാക്കാൻ പറ്റില്ല, കാരണം സ്ട്രക്ചറിൽ അങ്ങനെ ഒരു നെസസിറ്റി ഉണ്ടാവാം. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എക്സെൻട്രിസിറ്റി അങ്ങനെ തന്നെ ഉണ്ട്, പി ബൈ പിയും ഇയും മാറ്റാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഈ വാല്യൂ കുറച്ചുകൊണ്ടുവരണം എന്ത് ചെയ്യണം? സെഡിന് കൂട്ടി കൊടുക്കാം, അല്ലേ? സെഡ് കൂട്ടുമ്പോൾ ഇവിടെയുള്ള മൊത്തം വാല്യൂ കുറഞ്ഞു വരും, കാരണം പി ബൈ ഡിനോമിനേറ്ററിലാണ് സെഡ്. അതുകൊണ്ട് സെഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സെക്ഷൻ മോഡുലസ്. സെക്ഷൻ മോഡുലസ് റെക്ടാങ്കിളിന്റെ ഇക്വേഷൻ എന്താ? ബി ഡി സ്ക്വയർ ബൈ 6. അപ്പൊ ഡിന്റെ വാല്യൂ, അതായത് ഏത് സൈഡിലാണോ എക്സെൻട്രിക് ആവുന്നത് ആ സൈഡിലേക്കുള്ള വിഡ്ത്ത് ഇങ്ങനെ കൂട്ടി കൊടുക്കുക. അപ്പോ എക്സെൻട്രിസിറ്റി വാല്യൂ കുറഞ്ഞു വരും. ഓക്കെ. അപ്പൊ ഈ ഒരു നെഗറ്റീവ് ആവാതിരിക്കണമെങ്കിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ എക്സെൻട്രിസിറ്റി കുറയ്ക്കുക, അല്ലെങ്കിൽ സെഡ് വാല്യൂ കൂട്ടുക, സെക്ഷൻ മോഡുലസ് കൂട്ടുക. അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാണോ മൊമെന്റ് വരാൻ സാധ്യത ആ ഡയറക്ഷനിലെ ഡയമെൻഷൻ വാല്യൂ കൂട്ടുക, ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ കൂട്ടി കൊടുക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? സോ അവർ എയിം ഈസ് ടു കീപ് ദിസ് നെറ്റ് സ്ട്രെസ് എയ്തർ 0 ഓർ പോസിറ്റീവ്. മാക്സിമം ക്രിട്ടിക്കൽ കണ്ടീഷനാണ് 0, അതിലും നെഗറ്റീവ് ആവാൻ പാടില്ല. അല്ലെങ്കിൽ എപ്പോഴും കുറഞ്ഞ വാല്യൂ ആണെങ്കിൽ പോസിറ്റീവ് എങ്കിലും ഉണ്ടാവുക. ദാറ്റ് മീൻസ് എക്സെൻട്രിക് സ്ട്രെസ് അല്ലെങ്കിൽ ബെൻഡിങ് സ്ട്രെസ് ഷുഡ് ഓൾവേസ് ബി ലെസ് ദാൻ പി ബൈ എ. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഇപ്പൊ പറഞ്ഞ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട എന്താ? പി ബൈ എ മൈനസ് പി ഇ ബൈ സെഡ്. ഇത് ഒരിക്കലും നെഗറ്റീവ് ആവാൻ പാടില്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കണ്ടീഷൻ. അല്ലെങ്കിൽ വേറെ രീതി പറയുകയാണെങ്കിൽ പി ബൈ എ ഈസ് ഗ്രേറ്റർ ദാൻ പി ഇ ബൈ സെഡ് എന്ന് കിട്ടും. അതൊന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ പിയും ഈ പിയും ക്യാൻസലായി, ഇവിടെ ഇ മാത്രമുണ്ട്. ഇ ഷുഡ് ബി ലെസ് ദാൻ സെഡ് ബൈ എ എന്നൊരു കണ്ടീഷൻ കിട്ടും. ഇത് റെക്ടാങ്കിൾ ആണെങ്കിൽ എന്തായിരിക്കും സംഭവം? സെഡ് ഇസ് ഈക്വൽ ടു ബി ഡി സ്ക്വയർ ബൈ 6 ആണ്. അപ്പം ഇ ഇസ് ഈക്വൽ ടു ഇ ഷുഡ് ബി ലെസ് ദാൻ ബി ഡി സ്ക്വയർ ബൈ 6 ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു ഡി. നമുക്ക് എന്ത് കിട്ടും? ഡി ബൈ 6 എന്ന് കിട്ടും. അതായത് ഈ എക്സെൻട്രിസിറ്റി ഷുഡ് ബി ലെസ് ദാൻ ഡി ബൈ 6. അങ്ങനെയാണെങ്കിൽ അവിടെ ആ കോളത്തിൽ ഒരിക്കലും നെഗറ്റീവ് സ്ട്രെസ് ഉണ്ടാവുന്നില്ല എന്നർത്ഥം. ഇതേപോലെ ഒരു സർക്കുലർ കോളമാണെങ്കിലോ, സർക്കിൾ കോളത്തിന് നമുക്ക് ഈ സെഡിന്റെ വാല്യൂ, സർക്കിളിന്റെ സെഡ് വാല്യൂ എന്തായിരുന്നു? സെഡ് ഇസ് ഈക്വൽ ടു പൈ ഡി റേസ് ടു പൈ ഡി ക്യൂ ബൈ 32 ആൻഡ് ഏരിയ ഇസ് ഈക്വൽ ടു പൈ ബൈ 4 ഡി സ്ക്വയർ. ഇതല്ലേ? അപ്പൊ അതെങ്ങനെ വരും നമുക്ക് നോക്കാം. സോ ഇ ഷുഡ് ബി ലെസ് ദാൻ പൈ ഡി ക്യൂബ് ബൈ 32 ഡിവൈഡഡ് ബൈ pi d square by 4. So that will be
വിൽ ബി ഗീവ് പൈ ഒക്കെ വെട്ടിപ്പോയി അവസാനം d by 8 മാത്രമുണ്ട്. സോ E ഈസ് ലെസ് ദാൻ d by 8 എന്നൊരു കണ്ടീഷൻ കിട്ടും. അതായത് സർക്കുലറിന്റെ സെൻട്രോയിഡിൽ നിന്നും മാക്സിമം എക്സെൻട്രിസിറ്റി പോകാൻ പറ്റുന്നത് d by 8 മാത്രമാണെങ്കിൽ, അതിൻ്റെ ഉള്ളിലാണ് എക്സെൻട്രിസിറ്റി എങ്കിൽ അവിടെ ഈ നെഗറ്റീവ് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നർത്ഥം. അതുപോലെ ഇവിടെ റെക്ടാംഗിൾ സെക്ഷനിലാണെങ്കിൽ d by 6, ഒരു ഡയറക്ഷനിൽ d by 6, അങ്ങനെയാണെങ്കിൽ മറ്റേ ഡയറക്ഷനിൽ b by 6 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് ഡെപ്ത് എങ്കിൽ ഇവിടെ സെൻട്രോയിഡിൽ നിന്ന് d by 6ന്റെ ഉള്ളിൽ ആണ് ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എക്സെൻട്രിസിറ്റി ഉണ്ടാവുന്നില്ല. അതുപോലെ മറ്റേ ഡയറക്ഷനിൽ നോക്കുകയാണെങ്കിൽ b by 6 ആയിരിക്കും. ഈ b by 6ന്റെ ഉള്ളിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എക്സെൻട്രിസിറ്റി ഉണ്ടാവുന്നില്ല. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ദർ ഈസ് സം ഏരിയ, ഈ ഏരിയന്റെ ഉള്ളിലാണ് എക്സെൻട്രിസിറ്റി എങ്കിൽ ഇതിൽ നെഗറ്റീവ് സ്ട്രെസ്സസ് ഉണ്ടാവുന്നില്ല എന്ന് മനസ്സിലാക്കാം. ഇപ്പൊ സർക്കുലർ കോളാണെങ്കിലും ഈ ഒരു സർക്കിളിന്റെ ഉള്ളിലാണ്, ഈ ചെറിയ d by 8ന്റെ ഉള്ളിൽ വരുന്ന സ്ഥലങ്ങളിലാണ് എക്സെൻട്രിസിറ്റി എങ്കിൽ നെഗറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കപ്പെടുന്നില്ല എന്നറിയാം അല്ലേ. സോ ദാറ്റ് ഏരിയ where the eccentricity can be possible so that there is no negative stresses developed, and that area is known as kern of a section അല്ലെങ്കിൽ kernel of a section എന്ന് പറയും. kern അല്ലെങ്കിൽ kernel of a section, kern അല്ലെങ്കിൽ kernel of a section. അപ്പോൾ kernel of section എന്ന് പറഞ്ഞാൽ എന്താ? It is the area in the cross section of a column where the eccentricity can be possible so that there is no negative stresses developed on the faces. അല്ലേ, ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാത്ത, അല്ലെ ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദ ഏരിയ വിത്തിൻ വിച്ച് eccentricity can be permitted, eccentricity of loading can be permitted so that there is no tensile stress developed on the faces of the column. Okay, അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഒരു കംപ്രസീവ് സ്ട്രെസ് ഒരു കോളത്തിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് തരത്തിലാണ് സ്ട്രെസ്സസ് ഉണ്ടാവുക. വൺ ഈസ് ഡയറക്റ്റ് സ്ട്രെസ് ആൻഡ് ദാറ്റ് ഈസ് P by A. The other one is bending stress and that is F equal to M by Z equal to P into E by Z, where E is the eccentricity. ഇത് രണ്ടും പഠിച്ചു. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ ടേമാണ് കെർണൽ അല്ലെങ്കിൽ കേണൽ. കെർണൽ നമുക്ക് എഴുതിക്കോ, പക്ഷെ വായിക്കുമ്പോൾ കേണൽ എന്ന് പറയണം കേട്ടോ. അല്ലെങ്കിൽ കേൺ ഓഫ് എ സെക്ഷൻ എന്ന് പറഞ്ഞാൽ it is the area in the cross section of a column. ഇത്ര ഏരിയ, ആ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഇത് d by 6 ആയിരിക്കും. മറ്റേ ഡയറക്ഷനിൽ പറയുകയാണെങ്കിൽ അത് b by 6 ആയിരിക്കും. ഒരു സർക്കുലർ കോളം ആണെങ്കിൽ സെന്ററിലെ സെൻട്രോയിഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ this will be d by 8. So this is that area where the eccentricity can be possible so that there is no tensile stresses on the faces of the column. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇനി നമുക്കിതിലെ പ്രോബ്ലത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടി വരിക, we may be asked to find out what will be the eccentricity so that there is no tensile stress എന്ന് ചോദിച്ചേക്കാം. അപ്പോൾ ടെൻസൈൽ സ്ട്രെസ് നമുക്ക് ഡയഗ്രാം വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? കോളത്തിലെ സ്ട്രെസ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് P by A, ദിസ് ഈസ് ദ ഡയറക്റ്റ് സ്ട്രെസ് P by A. എക്സെൻട്രിസിറ്റി ഉണ്ടെങ്കിൽ ആ സ്ട്രെസ് ഡയഗ്രാം എങ്ങനെ മാറും? ഒരു സൈഡിൽ കൂടുതലായിരിക്കും, മറ്റേ സൈഡിൽ കുറവായിരിക്കും. ആൻഡ് ദിസ് വിൽ ബി P by A പ്ലസ് M by Z. ഇത് P by A മൈനസ് M by Z. ഇതായിരിക്കും ഈ സ്ട്രെസ് വാല്യൂ. ഇവിടുത്തെ വാല്യൂ ആണ് ഇത്. അപ്പോൾ എക്സെൻട്രിസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളെ കണ്ടീഷൻ എന്തായിരിക്കും? ഇത് ലിമിറ്റ് ചെയ്യാം. P by A മൈനസ് M by Z ലിമിറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് P by A മൈനസ് M by Z 0 ആക്കി എടുക്കുക.
P/A മൈനസ് M/Z 0 ആക്കുകയാണെങ്കിൽ P/A മൈനസ് M/Z 0 ആക്കുകയാണെങ്കിൽ M എന്ന് പറയുന്നത് P/A മൈനസ് PE/Z ഈക്വൽ ടു 0. അപ്പൊ അതിനകത്ത് നമുക്ക് E കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കാര്യം കൂടി ഇവിടെ പറയാനുള്ളത്, 2 റൂൾ പറയപ്പെടുന്നതാണ്. ഒന്ന് മിഡിൽ തേർഡ് റൂൾ ആൻഡ് മിഡിൽ ക്വാർട്ടർ റൂൾ. മിഡിൽ തേർഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/3 പകുതി. 1/3 പകുതി എന്ന് പറഞ്ഞാൽ 1/6 മിഡിൽ തേർഡ് റൂൾ എന്ന് പറഞ്ഞത്. മിഡിൽ ക്വാർട്ടർ എന്ന് പറഞ്ഞാലോ 1/4 പകുതി, ദാറ്റ് ഈസ് 1/8. നമ്മളിപ്പോൾ പഠിച്ചില്ല ഈ സാധനം. ഒരു റെക്ടാങ്കുലർ കോളത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സൈഡ് ഡയമെൻഷന്റെ 1/6 ഫ്രം സെന്റർ. ഇത് 1/6, ഇങ്ങോട്ട് 1/6, ഇവിടേക്ക് 1/6, ഇവിടേക്ക് 1/6. ഇങ്ങനെ ഒരു ഏരിയയിൽ ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ നോ നെഗറ്റീവ് സ്ട്രെസ്. അതാണ് മിഡിൽ തേർഡ് റൂൾ എന്ന് പറയുന്നത്. ഇനി മിഡിൽ ക്വാർട്ടർ റൂൾ എന്ന് പറഞ്ഞാൽ അതൊരു സർക്കുലർ സെക്ഷനെ പറ്റി പറയുന്നു. സെന്ററിൽ നിന്ന് 1/8 ഡിസ്റ്റൻസിലെ ഡയമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ സെൻട്രോയിഡിൽ നിന്ന് ആ പോർഷനിലെ ലോഡ് ആക്ട് ചെയ്താൽ, ആ എക്സെൻട്രിസിറ്റി ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ദർ വിൽ ബി നോ ടെൻസൈൽ സ്ട്രെസ്. ഇതാണ് മിഡിൽ തേർഡും ആൻഡ് മിഡിൽ ക്വാർട്ടർ റൂൾ. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം.